കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തിളക്കമുള്ള വിജയം തൃശ്ശൂരിലേതാണ്. ഏറെ വിയർപ്പൊഴുക്കി നടൻ സുരേഷ് ഗോപി നേടിയ വിജയം. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ് തൃശ്ശൂരിലെ BJPയുടെ തിളങ്ങുന്ന ജയം. ലോക്സഭയിലേക്ക് BJP അക്കൗണ്ട് തുറന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രാധാന്യം. എല്ലാ സ്ഥാനാർത്ഥികളും മാതൃകയാക്കാവുന്നതാണ് ഇവിടുത്തെ റിസൾട്ട്. പ്രധാനമന്ത്രി പോലും തൃശ്ശൂരിലെ വിജയം എടുത്തു പറഞ്ഞു. ഇതിലൂടെ മനസ്സിലാക്കാം ഈ വിജയത്തിൻ്റെ പ്രാധാന്യം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ NDA സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ്. തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചു, കേന്ദ്രത്തിൽ NDA അധികാരത്തിൽ വന്നു. കേന്ദ്രമന്ത്രിമാരുടെ ആദ്യ ലിസ്റ്റിൽ സുരേഷ് ഗോപി ഇടം പിടിച്ചെന്നും ഞായറാഴ്ച പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. എന്നാൽ തൽക്കാലം കേന്ദ്രമന്ത്രിയാകാൻ സുരേഷ് ഗോപി ഇല്ലെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഇത്തരമൊരു സൂചന അദ്ദേഹം നൽകിയിരുന്നു. നിലവിൽ 4ഓളം സിനിമകൾ ചെയ്തു തീർക്കാനുണ്ടെന്നും കേന്ദ്രമന്ത്രിയായാൽ ഈ സിനിമകൾ മുടങ്ങുമെന്നും അതിനാൽ തൽക്കാലം കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കില്ലെന്നും അദ്ദേഹം BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെന്നാണ് വിവരം. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം BJP ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഈ വിജയം BJPയുടെ വിജയമല്ല, സുരേഷ് ഗോപിയുടെ വിജയമാണെന്നും നേതൃത്വത്തിന് വ്യക്തമായിട്ടറിയാം. പാർട്ടിയുടെ വോട്ടുകൊണ്ട് മാത്രമല്ല താൻ ജയിച്ചെന്ന് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സുരേഷ് ഗോപിയും തുറന്നു പറഞ്ഞിരുന്നു. അതിനിടെ കേരളത്തിലെ BJPയിലെ ശക്തി കേന്ദ്രങ്ങൾ അടിമുടി മാറുമെന്നും സൂചനകൾ വന്നു. സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടുന്ന പുതിയ വിഭാഗം നേതാക്കൾ BJPയുടെ നിയന്ത്രണം ഏറ്റെടുത്തേക്കുമെന്ന വിവരമാണ് പുറത്തു വന്നത്. അതിൽ തന്നെ നിർണായക ശക്തിയായി സുരേഷ് ഗോപി വരും. സംസ്ഥാന BJPയിലും ദേശീയ തലത്തിലും സുരേഷ് ഗോപിയുടെ സ്വാധീനം വർദ്ധിക്കും. തൃശ്ശൂരിലെ ചിട്ടയായ പ്രവർത്തനങ്ങളെപ്പോലെ സംസ്ഥാന തലത്തിൽ തന്നെ BJPയെ നയിക്കാനുള്ള നീക്കങ്ങളാവും ഇനിയുണ്ടാകുക. നേതൃത്വ നിരയിൽ തന്നെ ഇതിനായി മാറ്റമുണ്ടായേക്കും. കേരളത്തിലെ വിജയത്തെ പ്രധാനമന്ത്രി പ്രത്യേകം എടുത്തു പറയുകയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. കശ്മീരിനേക്കാൾ കേരളത്തിൽ BJP വലിയ വെല്ലുവിളികളെയാണ് അതിജീവിച്ചതെന്നും മോദി പറഞ്ഞു. ഇതെല്ലാം സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വവും മോദിയും എത്രമാത്രം പരിഗണിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളായി വിലയിരുത്തുന്നു. താഴ്ത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ് സുരേഷ് ഗോപിക്കുണ്ട്. തെക്കേ ഇന്ത്യയിൽ തന്നെ സുപ്രധാന നേതാവായി സുരേഷ് ഗോപി ഉയർന്നേക്കും എന്ന വിലയിരുത്തലുമുണ്ട്. തമിഴ്നാട്ടിൽ BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു. BJPക്ക് സീറ്റ് ലഭിച്ചില്ലെന്ന് മാത്രമല്ല, കാര്യമായ മുന്നേറ്റവും നടത്താനായില്ല. മോദിയുടെ പ്രിയപ്പെട്ട ആളായിരുന്നു അണ്ണാമലൈ. ഈ സ്ഥാനം ഇനി സുരേഷ് ഗോപിക്ക് ലഭിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. ദേശീയ തലത്തിൽ തന്നെ അതിശക്തനായ സുരേഷ് ഗോപി ഉയർന്നു വരും. കേന്ദ്രമന്ത്രിമാരുടെ ആദ്യ പട്ടികയിൽ തന്നെ അദ്ദേഹം ഇടം പിടിച്ചതും അതിൻ്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല, കേരളത്തിൽ മാത്രമായി തൻ്റെ പ്രവർത്തനം ഒതുക്കി നിർത്തില്ലെന്നും സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം ദക്ഷിണേന്ത്യയിലെ പ്രധാന നേതാവായി സുരേഷ് ഗോപി ഉയർന്നു വരും എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ്.